ഐശ്വര്യ മറ്റൊരു കാര്യത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഊണാണ് ഉണ്ടാക്കുന്നത്. ഊണ് ബിരിയാണി മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസ് ഇല്ലാതെ എങ്ങനെ ഊണ് ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്ന വീഡിയോയിൽ. നമ്മൾ ഗ്യാസ് തീർന്നിട്ട് 2 ആഴ്ച പഠിക്കാനുള്ള ഇങ്ങനെ അടുപ്പും ഗ്യാസും ഇല്ലാതെ നമ്മൾ വേറൊരു ടെക്നോളജിയിൽ എങ്ങനെ ഊണ് പറഞ്ഞു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. വീഡിയോയിലേക്ക് പോകാം. വാ. അത് കൂണ് ചെറുതായിട്ട് അരിയണം. റോസ്റ്റിന് വേണ്ടിയിട്ടത് ചെറുതായിട്ട് അരിയാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി നമ്മള് ഗ്യാസിലല്ല അടുപ്പിലായിരുന്നു ഉണ്ടാക്കുന്നത്. നമ്മളെ കെറ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ കെറ്റിലാണ്. നമ്മൾ കെറ്റിലാണ് നമ്മൾ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് കെറ്റിൽ ഓണാക്കുക. ഇതിൻ്റെ ഒരു 100 ഡിഗ്രി വെച്ചാൽ ഇടാം. നമ്മൾ ചൂടാക്കണം. കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ അരി ഒത്തിരി ചൂടാകുമ്പോൾ നമ്മൾ ലൈറ്റ് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓണാകണമെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് അത് നമ്മുടെ വീഡിയോ ഫ്ലോപ്പ് ആവും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് നമ്മളെല്ലാവർക്കും ഭയങ്കര ടാസ്ക്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിലുണ്ടാക്കില്ല. ഞാൻ ഇപ്പോൾ 2-3 കറി വെച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാൻ പാടില്ല. ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ച് നമുക്ക് അതിലേക്ക് എണ്ണ വെക്കും. ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം തീ എത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ഈ വട്ടത്തിൽ ഇങ്ങനെ വെക്കില്ല, ഇവിടെ ഈ ഒരു പോർഷൻ മാത്രം. അപ്പോൾ ഇവിടെ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയില്ല. നമ്മളതനുസരിച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂട് നോക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കെറ്റിൽ ഓഫായിപ്പോയി. നമുക്ക് പനി കെട്ടി. അങ്ങനെ കെറ്റി ഇപ്പം 10 മിനിറ്റ് ശേഷമാണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. കുറച്ച് വെള്ളം ഇതാണ് കിടപ്പുണ്ടാകുന്നത്. അത് ശ്രദ്ധിച്ചോണ്ടിരിക്കും. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് സ്പൈസസ് ആണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് കെറ്റിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം. ഇത് കുറച്ചിങ്ങനെ ഓവർ ഹീറ്റ് ആയി പോകുമ്പോഴേ തന്നെ ഇതിൻ്റെ സ്വിച്ച് ഓഫായി. അതിൻ്റെ മെയിനായിട്ട് ഇത് സവാള ഇട്ടു. സവാള പച്ചമുളക് നമ്മൾ വഴറ്റുന്നു. നമുക്ക് തക്കാളി ഇടാം. നമുക്കിതിൽ പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മൾ മീറ്റ് മസാലയാണ് ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാങ്ങിച്ചിട്ടാം. നമ്മൾ കെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൽ ഈ ഭാഗം മാത്രം ആണ് കരി. നമ്മളിനി ഞാൻ ഒന്ന് തൊട്ടിട്ട് ഇളക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെ നമ്മൾ കെറ്റിൽ ഉണ്ടാക്കിയ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിൽ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് കൊണ്ട് ടേസ്റ്റ് ചെയ്തത്